സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. സ്ലീവ 1-ാം ഞായർ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. കുരിശ് നൽകുന്ന പാഠങ്ങൾ. രചന ഇമ്മാനുവൽ പ്ലാമൂട്ടിൽ. ആഖ്യാനം ജോസഫ് റോജിൻ ചവലേക്കാട്. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായ ഇന്ന് സഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാം അധ്യായത്തിൽ വിവരിക്കുന്ന 2 ശിഷ്യന്മാരുടെ എമ്മാവൂസിലേക്കുള്ള യാത്രയെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിനും ശൂന്യമായ കല്ലറ കണ്ടെത്തിയതിനും ശേഷം നടന്ന കാര്യങ്ങൾ. മാനുഷിക കാഴ്ചപ്പാടിൽ സാധാരണയായി എപ്പോഴാണ് ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി അപരന് കുരിശായി മാറുന്നത്? സാഹചര്യങ്ങളും വ്യക്തികളും ഒരുവന് പ്രതികൂലമായി നിൽക്കുമ്പോൾ അത് കുരിശായി മാറുന്നു. പ്രതികൂലമായി നിൽക്കുന്ന ഈ കുരിശിനെ എങ്ങനെ മഹത്വത്തിലേക്കുള്ള ഒരു ഏണിയാക്കി തീർക്കാമെന്നുള്ള പാഠമാണ് യേശു വഴിമധ്യേ ആ 2 ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. പാഠം 1. വചനം ശ്രവിക്കൽ. ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കുള്ള ആ 11 കിലോമീറ്റർ ദൂരത്തിൽ എപ്പോഴാണ് യേശു ശിഷ്യന്മാരോടൊപ്പം നടക്കാൻ തുടങ്ങിയതെന്ന് സുവിശേഷകൻ വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും ഒരു ദീർഘസമയം അവരുടെ കൂടെ നടന്ന് നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. മറിയം യേശുവിൻ്റെ കാൽക്കലിരുന്ന് ശ്രദ്ധാപൂർവം കേട്ടതുപോലെ ഈ 2 ശിഷ്യന്മാരും ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കേട്ടു. അതുകാരണമാണല്ലോ അവർ പറയുന്നത് നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന്. യേശുവിൻ്റെ കാൽക്കലിരുന്ന് ശ്രദ്ധാപൂർവം അവൻ്റെ വാക്കുകൾ ഗ്രഹിച്ചാൽ നമ്മുടെ ഹൃദയങ്ങളും ജ്വലിക്കും. പക്ഷേ അവൻ്റെ പാദാധികത്തിലിരുന്ന് അവനെ ശ്രവിക്കുവാൻ നമ്മൾ കൂട്ടാക്കാറില്ല. ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഞാനൊരു സ്ത്രീയെ കണ്ടു. എത്ര ആലോചിച്ചിട്ടും അതാരാണെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ല. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മിക്കവാറും എല്ലാ ദിവസവും ഞാൻ കാണുന്ന ഒരാളാണ്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് കത്തുകളും മറ്റും ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തി. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും പ്രതീക്ഷിക്കാത്ത വേഷത്തിലും ഞാൻ എപ്പോഴും അവരെ യൂണിഫോമിലേ കണ്ടിട്ടുള്ളൂ. കണ്ടപ്പോൾ അവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ ഇല്ലാതിരുന്ന ഒരുവനായിട്ടാണ് യേശുവിനെ അവർ അവസാനം കണ്ടത്. എന്തിനേറെ, ജീവനില്ലാതെ ശവക്കച്ചയാൽ ചുറ്റപ്പെട്ട് കുഴിയിൽ അടയ്ക്കപ്പെട്ട ഒരുവൻ തങ്ങളുടെ കൂടെ നടക്കുകയാണെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും സാധിച്ചു കാണുകയില്ല. യേശു തന്നെ വെളിപ്പെടുത്തുന്നതുവരെ നിരാശരും ദുഃഖാർത്തരുമായ അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. പാഠം 2. സ്നേഹം പങ്കുവയ്ക്കൽ. കുരിശിന് അതിൽ തന്നെ ഒരു മഹത്വവുമില്ല. റോമാക്കാർ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ക്രൂരമായി കൊല ചെയ്യാൻ ഉപയോഗിച്ച ഒരു ഉപകരണം മാത്രം. എന്നാൽ യേശു അത് തൻ്റെ സിംഹാസനമാക്കിയപ്പോൾ കുരിശിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ തകിടമറിഞ്ഞു. ദേവാലയത്തെ പൗത്രീകരിക്കുന്നത് അതിൽ വസിക്കുന്നവനാണ് എന്നതുപോലെ പരാജയത്തിൻ്റെയും അപമാനത്തിൻ്റെയും അടയാളം വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പടവുകൾ ആയി തീർന്നത് യേശു കുരിശിനെ ആലിംഗനം ചെയ്തപ്പോഴാണ്. പകൽ അസ്തമിക്കാറായപ്പോഴാണ് ശിഷ്യന്മാർ എമ്മാവൂസിലെത്തുന്നത്. 2 പേരും ഒരേ വീട്ടിൽ താമസിക്കുന്നവർ എന്ന് വേണം കരുതാൻ. അവർ ക്ലയോപാസും ഭാര്യയും ആയിക്കൂടായികയില്ല. അനേകം സ്ത്രീകൾ യേശുവിനെ അനുഗമിച്ചിരുന്നല്ലോ. അപരിചിതനായ യേശുവിനെ തങ്ങളുടെ വീട്ടിൽ രാത്രി ചെലവഴിക്കാൻ നിർബന്ധിച്ചെങ്കിൽ യേശു അവരുടെ കൂടെ രാത്രി തങ്ങണമെന്ന് ഒരു സൂചന പോലും കൊടുത്തില്ല. നിശ്ചയമായും അവനിൽ നിന്ന് നിർഗമിച്ച ചൈതന്യം അവരെ ആകർഷിച്ചിരിക്കണം. മാത്രമല്ല, ആതിഥേയൻ ചെയ്യേണ്ട കാര്യമായ അപ്പം മുറിച്ച് വിളമ്പുന്നത് അതിഥിയായ യേശു ഏറ്റെടുത്ത് ചെയ്യുകയാണ്. ആ ഒരു പ്രവൃത്തിയാണ് അവരുടെ കണ്ണു തുറപ്പിച്ചത്. മറ്റുള്ളവരുമായി സൗഹൃദം പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നത്. അന്യനിലേക്ക് സ്നേഹം ചൊരിയുമ്പോൾ നമുക്ക് അവൻ യേശുവായി മാറും. അങ്ങനെ കണ്ണുകൾ തുറക്കുമ്പോഴാണ് ഹൃദയം ജ്വലിക്കുന്നത് നമ്മൾ അറിയുന്നത്. എന്തെല്ലാം വിജ്ഞാനമുണ്ടായാലും തിയോളജിയിൽ നമുക്ക് മാസ്റ്റേഴ്സ് ബിരുദമുണ്ടായാലും യേശുവിനൊപ്പം ഭക്ഷിച്ച് അവൻ്റെ വാക്കുകൾ കേട്ടാൽ മാത്രമേ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയുള്ളൂ. ഹൃദയം ജ്വലിക്കുന്നു എന്ന അവബോധം ഉണ്ടായാലേ നമുക്ക് തിരിച്ചു നടക്കാൻ സാധിക്കുകയുള്ളൂ. നേരം വൈകി. രാത്രി ഭക്ഷണം കഴിഞ്ഞുവെങ്കിലും 11 കിലോമീറ്റർ നടക്കാൻ അവർ തയ്യാറായി. ഹൃദയത്തിൽ എരിയുന്ന തീ അവരെ അവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല. രാത്രിയിലെ ഭീകരതയ്ക്കോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിക്കോ അവരെ തളച്ചിടാൻ കഴിഞ്ഞില്ല. യേശുവാവുന്ന തീക്കട്ട നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ അപരന് സാന്ത്വനമായി, പ്രതീക്ഷയായി, ജീവനായി തീരാൻ നമുക്ക് സാധിക്കും. പാഠം 3. സഹനത്തിൻ്റെ വില. ജീവനുള്ള ഒന്നും വേദനകളെയോ പ്രയാസങ്ങളെയോ സ്വമനസ ആശ്ലേഷിക്കുകയില്ല.
അത് മാനുഷികവുമല്ല. അപ്പോൾ വേദനയെ സമചിത്തതയോടെ സ്വീകരിക്കുന്നത് മനുഷ്യനായി പിറന്നവൻ്റെ ദൈവിക സ്വഭാവമാണ്. അതുകാരണമാണല്ലോ പ്രമാണിമാരും കാഴ്ചക്കാരും അവനെ പരിഹസിച്ചപ്പോഴും ഏവരെയും ആശ്ലേഷിക്കുവാൻ പറ്റുമിതം കൈയും വിരിച്ച് കുരിശിൽ അങ്ങനെ കിടന്നത്. സഹനത്തിനു മുൻപിൽ ഒന്നും മനസ്സിലാകാതെ ഇടറി നിൽക്കുന്ന മനുഷ്യന് സഹനത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കാൻ. ഈ സത്യമാണ് എമ്മാവൂസിലേക്കുള്ള വഴിയിൽ വെച്ച് അവൻ ശിഷ്യരെ പഠിപ്പിച്ചത്. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? കുരിശിൻ്റെ ഈ രഹസ്യം സഹനത്തിലൂടെയാണ് മഹത്വത്തിലേക്കുള്ള വഴിയെന്ന് സ്വാംശീകരിച്ചാൽ മാത്രമേ അവൻ്റെ മേശയ്ക്ക് ചുറ്റുമിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പാഠം 4. നിരുപാധികം ക്ഷമിക്കുക. കുരിശിൽ കിടന്ന് അവൻ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ് നിരുപാധികം ക്ഷമിക്കുക എന്നത്. ക്ഷമിക്കാതിരിക്കാനുള്ള നിരവധി കാരണങ്ങൾ ബുദ്ധി കണ്ടുപിടിക്കുമ്പോഴും കുരിശിൽ കിടന്ന് അവൻ നമ്മോട് പറയുന്നത് ക്ഷമിക്കുക എന്നാണ്. അതാണ് മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടി. പാഠം 5. പ്രഘോഷകരാവുക. പ്രതീക്ഷകൾ തകരുമ്പോൾ, ചുറ്റുപാടും അന്ധകാരം വ്യാപിച്ചതായി തോന്നുമ്പോൾ, നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ, സ്നേഹിതർ ചുംബനം കൊണ്ടൊറ്റുമ്പോൾ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവൻ്റെ ഊന്നുവടിയും ദണ്ടും നമുക്ക് ഉറപ്പേകും. എല്ലാ പ്രതീക്ഷകളും അറ്റുപോയി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് ഗദ്ഗതപ്പെടുമ്പോഴും അവൻ്റെ കുരിശ് നമ്മോട് പറയുന്നു, ഇല്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന്. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്ര തിരിച്ച ശിഷ്യരല്ല രാത്രിയിൽ ജെറുസലേമിലേക്ക് തിരിച്ചുപോയത്. തങ്ങൾ പ്രതീക്ഷ വെച്ച യേശു ഒരു വട്ടപൂജ്യമാണെന്ന് യേശുവിനോട് തന്നെ പറയുന്ന ശിഷ്യർ അവൻ്റെ വചനം ശ്രവിച്ച് അവൻ്റെ കൂടെ അപ്പം ഭക്ഷിച്ചപ്പോൾ അടിമുടി മാറി. അവൻ്റെ ഉയിർപ്പിൻ്റെ സന്ദേശവാഹകരായി. അവർ തിടുക്കത്തിൽ ജെറുസലേമിലേക്ക് തിരിച്ചു ചെന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന സത്യം പ്രഘോഷിക്കാൻ തുടങ്ങി. അവൻ്റെ വചനവും അപ്പവും അവരെ യഥാർത്ഥ മിഷണറിമാരാക്കി. ഇതാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ മറ്റൊരു പാഠം. നാം എല്ലാവരും അയക്കപ്പെട്ടവരാണ്. അവനെ പ്രഘോഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഇത് സാധ്യതമാകണമെങ്കിൽ നാമും അവൻ്റെ കാൽക്കലിരുന്ന് വചനം നുകരുകയും അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ അപമാനത്തിൻ്റെ ചിഹ്നമായിരുന്ന ആ മരക്കുരിശ് ലോകത്തിനു മുഴുവനും തണലേകുന്ന, പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ജീവൻ്റെ വൃക്ഷമായി മാറും. ഈ ഒരു തുറവിയിലേക്ക് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മെ നയിക്കട്ടെ.